The book of Revelation, chapter 11, verse 19. Then God's temple in heaven was opened, and the ark of his covenant was seen within his temple. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. The ark of the covenant carried the tablets of the law, the manna from heaven, and Aaron's rod that budded. പഴയ നിയമത്തിലെ നിയമപ്പെട്ടകത്തിനുള്ളിൽ കൽപ്പലകകൾ, മന്ന നിക്ഷേപിച്ച പൊൻപാത്രം, അഹറോന്റെ തളർത്ത വടി. It was the dwelling place of God's presence among his people. നിയമപ്പെട്ടകം ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിച്ചിരുന്നു, ദൈവത്തിൻ്റെ വാസസ്ഥലമായിരുന്നു. But in the Annunciation, a greater ark is revealed, the ever-Virgin Mary, the Theotokos, who carries within her womb not mere symbols of God's presence, but God himself, the Word made flesh. പുതിയ നിയമത്തിൽ നമുക്കായി നൽകപ്പെട്ടിട്ടുള്ള നിയമപ്പെട്ടകം നിത്യ കന്യകയായ മറിയമാണ്, ദൈവജനനി. അവൾ ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളല്ല അവളുടെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നത്, പിന്നെയോ വചനം ജഡമായ ദൈവത്തെ തന്നെയാണ്. As the ark of the new covenant, the ever-Virgin Mary is the living temple, the sacred vessel through whom salvation enters the world. പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ നിയമപ്പെട്ടകമായ നിത്യകന്യക, ദൈവത്തിൻ്റെ ജീവനുള്ള ആലയം. അവളിലൂടെ രക്ഷ ലോകത്തിലേക്ക് വന്നു. Just as the first ark was covered in gold and set apart as holy, so too was the ever-Virgin Mary made pure and full of grace, prepared to bear the divine. എപ്രകാരം പഴയ നിയമത്തിലെ നിയമപ്പെട്ടകം പൊന്നുകൊണ്ട് മൂടിയിരുന്നു, വിശുദ്ധമായി മാറ്റപ്പെട്ടിരുന്നു, അപ്രകാരം നിത്യകന്യകയായ മറിയാം ദൈവ കൃപയിലൂടെ വിശുദ്ധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തെ വഹിച്ചവളായി തീർന്നു. This Lenten season calls us to imitate the Theotokos, to become vessels of Christ, purified through repentance and filled with his presence. ഈ നോമ്പുകാലം കന്യക മറിയാമിനെ പോലെ ആയിത്തീരുവാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ വഹിക്കുന്നവരായിത്തീരുവാൻ, അനുതാപത്താൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാൻ, അതുമുഖാന്തരം ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയുവാൻ. We are called to carry him in our hearts and bear him into the world through love and obedience. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുവാനും നമ്മുടെ സ്നേഹം കൊണ്ടും അനുസരണം കൊണ്ടും ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനും നമുക്ക് സാധ്യമാകണം. Let us, like the ever-Virgin Mary, be the dwelling place of God, that our lives may shine with his glory and bring salvation to those around us. നമുക്കും ദൈവത്തിൻ്റെ ആലയങ്ങളായി തീരാം. അവൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ജീവിതം നിറയട്ടെ. നമ്മളിലൂടെ മറ്റുള്ളവർ രക്ഷ അനുഭവിക്കട്ടെ. Rejoice, O Ark of the New Covenant, for the Lord is with you. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.